Good morning, all. Good morning. Good morning, ma'am. Good morning, ma'am. Yeah, good morning. എന്റെ ആരില്ലേ കേട്ടില്ലേ? Good morning പറഞ്ഞത്. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yeah, ma'am. Yeah. Okay. അപ്പോ നമ്മൾ ഇന്നലെ എടുത്തതൊക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? സിമ്പിൾ പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടോ? പറയൂ. എല്ലാ ദിവസവും ക്ലാസ്സിൽ ഞാൻ റെസ്പോണ്ട് ചെയ്ത് പറയണ വരുമോ? പറയൂ. ഇന്നലത്തെ ബ്രീഫ് ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അടുത്തത് എടുക്കുമോ മാം? അതിനു വേണ്ടി ഞാൻ പറയാൻ വന്നേ. ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യോ? ബ്രീഫ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യോ ആരെങ്കിലും? ആരാ എക്സ്പ്ലെയിൻ ചെയ്യാ? പറയൂ. ഇന്നലെ എടുത്തത് എന്തൊക്കെയാ മനസ്സിലായത്? അഞ്ജലി. Good morning, ma'am. Yeah, good morning. നല്ല ടെൻസ് ആയിരുന്നു എടുത്തത്. Yeah, ടെൻസ് ആണ്. അതൊന്ന് ബ്രീഫ് ആയിട്ട് പറയൂ. സിമ്പിൾ പ്രസന്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ. അതില് പ്രസന്റ് സിമ്പിൾ ടെൻസിനെ കുറിച്ചാണ് എടുത്തത് ഇന്നലെ. പിന്നെ അതിന്റെ കുറച്ച് റൂൾസ് പറഞ്ഞായിരുന്നു. ജനറൽ സ്റ്റേറ്റ്മെന്റില് ഹാബിറ്റ് ആൻഡ് ഫാക്ട്, പിന്നെ ഷെഡ്യൂൾഡ് ഈവൻസ് ഇൻ എ ഫ്യൂച്ചർ, പിന്നെ സ്റ്റോറി റൈറ്റ് പോലെ ഒരു ഡ്രാമ പോലെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്, പിന്നെ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് സെന്റൻസ്. വേറെ ആരെങ്കിലും? വേറെ ആരാ പറയാ? നയന. Yes, ma'am. പറയൂ, ബ്രീഫായിട്ട് പറയൂ. നമ്മുടെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയൊക്കെ യൂസ് ചെയ്യാ, എങ്ങനെയൊക്കെ യൂസ് ചെയ്യാ? പറയൂ. Simple present tense is a verb form used to describe things and are happening now. For example, I go to school every day. Simple present tense because it describes something that happens continually. Simple present tense can be used habits and facts. Simple present tense are four rules. Simple present tense used for scheduled event in the future, and story writing to create drama. Then negative sentence. Then Nayana Pravi. എനിക്ക് ക്ലിയർ ആയില്ലായിരുന്നു. ക്ലിയർ ആയിരുന്നില്ല. നോട്ട്സ് എല്ലാം കംപ്ലീറ്റ് ആയിരുന്നോ നയനയുടെ? അതെ നോട്ട്സ് എഴുതുന്നുണ്ടായിരുന്നു. ഓക്കെ. നമ്മളെ സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോ സംസാരിക്കുന്ന എല്ലാവരും സിമ്പിൾ പ്രസന്റ് ടെൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് സംസാരിക്കുമ്പോഴായാലും യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ കൂടുതലും ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് പറയാനും, അത് മാത്രമല്ല ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ സൂര്യൻ കിഴക്കാണ് നിൽക്കുന്നത്, അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അല്ലെ? അങ്ങനെ പറയുമ്പോഴും നമുക്ക് എന്താണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ. അതേപോലെ ഒരു ഫാക്ട് പറയാനും, ഫാക്ട് മീൻസ് വസ്തുത, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാന് നമ്മൾ എന്താണ് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ. ദെൻ നമ്മൾ പറഞ്ഞ എന്താണ്, ഒരു ഭാവിയില് ഫ്യൂച്ചറില് നമ്മൾ ചെയ്ത ഒരു സ്കെഡ്യൂൾ ചെയ്ത ഒരു ഇവന്റ്സ്, അതായത് നമ്മൾ തീരുമാനിച്ച കാര്യങ്ങൾ,
ഇപ്പോ ഞാൻ എനിക്ക് എന്താണ് ഒരു 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അപ്പോ ഈ മീറ്റിംഗ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഫ്യൂച്ചർ ആണ്, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യമാണ്. പക്ഷെ എന്താണ് അത് നമുക്ക് അത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ യൂസ് ചെയ്താണ് നമ്മൾ പറയാറ്. ഓക്കെ, ദ മീറ്റിംഗ് ബിഗിൻസ് അറ്റ് 10 AM എന്ന് പറയുമ്പോൾ എന്താണ് 10 മണിക്ക് മീറ്റിംഗ് തുടങ്ങും അല്ലെ, അങ്ങനെ പറയുന്നതും. പിന്നെ എന്താണ് ദ ട്രെയിൻ അറൈവ്സ് അറ്റ് 6 PM, എന്താണ് ട്രെയിൻ 6 മണിക്ക് എത്തും. ഇങ്ങനെയൊക്കെ പറയാനും നമ്മൾ എന്താ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. അതുപോലെ തന്നെ നമ്മള് സ്റ്റോറി ടെല്ലിംഗ്, ഇപ്പോ സ്റ്റോറി ടെല്ലിംഗ് അല്ല സ്റ്റോറി റൈറ്റിംഗ്, നമ്മുടെ ബുക്ക് വായിക്കുകയാണെന്ന് വിചാരിക്കാം, ബുക്ക് ന്യൂസ് പേപ്പർ ഇതെല്ലാം ആ ബുക്കിലും ആ ന്യൂസ് പേപ്പറിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, പിന്നെന്താണ് അതിന് നെഗറ്റീവ് ആണ് ഞാൻ പിന്നെ പറഞ്ഞത്. കാരണം ഏതൊരു വേർഡ്സിന് നെഗറ്റീവ് ഉണ്ട്. ഇപ്പോ നയനക്ക് ഇപ്പോ ഐസ്ക്രീം ഇഷ്ടമല്ല, അങ്ങനെ അങ്ങനെ പറയുമ്പോ നമ്മൾ എങ്ങനെയാ പറയാ? നയനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, എങ്ങനെയാ പറയാ? നയന യെസ് മാം. പറയൂ, നയനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. യെസ് മാം. ഒന്നുകൂടെ പറയോ, ചോദ്യം ഒന്നുകൂടെ പറയോ, ഞാൻ കേട്ട്. നയനക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല, അതൊന്ന് കൺവേർട്ട് ചെയ്യും, ഇംഗ്ലീഷിൽ കൺവേർട്ട് ചെയ്യും. ഇങ്ങനെ പറയാ? എനിക്ക് ഐസ്ക്രീം എനിക്ക് ഐസ്ക്രീം ഇഷ്ടമല്ല. പറയൂ പറയൂ. ഐ ഡോണ്ട് ലൈക്ക് ഐസ്ക്രീം. സിമ്പിൾ അല്ലേ? അപ്പൊ അതാണ് ഇതിന്റെ നെഗറ്റീവ് സൈഡ്. ഓക്കെ, നമ്മൾ ആ രീതിയിലാണ് നെഗറ്റീവ് യൂസ് ചെയ്യുക. ഐ ഡോണ്ട് അല്ലെ, നമ്മൾ I, you, we, they ഒക്കെ ആണെങ്കിൽ എന്താ ഐ ഡോണ്ട് ഡു ആണ് യൂസ് ചെയ്യുക. സോ നെഗറ്റീവ് വരുമ്പോൾ ഡോണ്ട് വരും. ഐസ്ക്രീം. എന്തോ എന്തോ നയൻ എന്താ പറഞ്ഞു? ഹലോ ഹലോ, നയന കേൾക്കുന്നില്ല? യെസ് മാം, ഒന്നുകൂടെ പറയാവോ? ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ നെഗറ്റീവ് പറഞ്ഞല്ലോ. ഓക്കെ, I, you, we, they ആണ് യൂസ് ചെയ്യുന്നെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക? ഡു ആണ് അല്ലെ, ഡു. സോ അത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഡോണ്ട് ആണ്. ഹി, ഷീ, ഇറ്റ് ആണെങ്കിലോ ഏതാ യൂസ് ചെയ്യാം? ഡസ് ആണ് യൂസ് ചെയ്യുക. സോ നെഗറ്റീവ് വരുമ്പോൾ ഡസിന്റ് ആണ്. ഓക്കെ, അപ്പോ ഇന്നലെ പറഞ്ഞതും ഇപ്പൊ പറഞ്ഞതും മനസ്സിലായോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് എല്ലാവർക്കും ക്ലിയർ ആണോ? ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഡൗട്ട് ഉണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. Okay, then moving on the next. Next tense ഏതാ? Present continuous tense അല്ലെ, simple present നമ്മുടെ കഴിഞ്ഞു. So we moving on the next topic, present continuous tense. Okay, അതെങ്ങനെയാ പറയുന്നത്? എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാം. എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്. യെസ് മാം. ഓക്കെ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്താ? ജസ്റ്റ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എന്താ? കണ്ടിന്യൂ അല്ലെ, കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? യു ആർ ലേണിംഗ് ഇംഗ്ലീഷ് ഗ്രാമർ അല്ലെ. ഐ ആം ടോക്കിംഗ് ടു യു. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ആണോ അല്ലയോ? യെസ് മാം. യെസ്. അപ്പോ അങ്ങനെ പറഞ്ഞതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. സോ ടേക്ക് യുവർ നോട്ട്ബുക്ക് ആൻഡ് റൈറ്റ് ഡൗൺ present continuous tense. The heading is present continuous tense. Present continuous tense. And rule number 1.
Rule number 1. Present continuous tense is used to talk about. Present continuous tense is used to talk about. Present continuous tense used to talk about actions that are happening at the present moment. Present continuous tense used to talk about actions that are happening at the present moment. Actions that are happening at the present moment. Actions that are happening at the present moment. Or around the time of speaking. Or around the time of speaking. Or around the time of speaking. എന്താണ് ഇപ്പോ നടക്കുന്ന കാര്യം അല്ലെ, ഹാപ്പനിങ് അറ്റ് ദ പ്രസന്റ് മൊമെന്റ്. ആൻഡ് എന്താണ് അറൌണ്ട് ദ ടൈം ഓഫ് ആ സംസാരിക്കുന്ന സമയത്തും അതല്ലാതെ ഇപ്പോൾ നടക്കുന്ന കാര്യവും പറയാനായിട്ട് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ എക്സാമ്പിൾ എഴുതിക്കോളൂ. You are learning English grammar. You are learning English grammar. The next one, you are sitting on a chair. 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 That means as we speak right now, you are sitting on a chair. Or maybe എവിടെയാണ് നിങ്ങൾ ഇരിക്കുന്നത് അവിടെ. Okay. It's not yesterday, not always, but right now. അല്ലെ, ഇപ്പോ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് എന്താണ് അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. യു ആർ സിറ്റിംഗ് ഓൺ എ ചെയർ എന്നാ പറഞ്ഞത്. അപ്പൊ ഇപ്പോൾ നടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അങ്ങനെ പറയാനും നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. അതിന്റെ ഫോം, അതിന്റെ സ്ട്രക്ചർ നോക്കൂ. ഫസ്റ്റ് സബ്ജക്റ്റ് ആണ് വരിക. ഫസ്റ്റ് സബ്ജക്ട്, then be form. Be form means is, am, are. ഇതൊക്കെയാണ് be form വരാം. Then verb plus ing. Okay. സ്ട്രക്ചർ എഴുതണ്ട. സ്ട്രക്ചർ ഞങ്ങൾ കാണുന്ന നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. ഓക്കെ. Then കുറച്ച് എക്സാമ്പിൾ എന്ന് പറയാമോ ആരെങ്കിലും? ആ സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒന്ന് എക്സാമ്പിൾ പറഞ്ഞു നോക്കി. സ്ട്രക്ചർ എഴുതണമെങ്കിൽ എഴുതിക്കോളൂ, കുഴപ്പമില്ല. കാരണം ഓൾറെഡി നോട്ടിൽ ഉണ്ടാവും അത്. എഴുതണമെങ്കിൽ എഴുതിക്കോളൂ. Subject plus be. Be means is, am, are. അതൊക്കെയാണ് be വരാം. Be form. ആവുക. ഓക്കെ. അപ്പൊ be plus verb plus ing. അതാണ് അതിന്റെ സ്ട്രക്ചർ. ഓക്കെ. സോ എക്സാമ്പിൾ പറയൂ ആരെങ്കിലും. ഈ ടെൻസ് വെച്ചിട്ട് എക്സാമ്പിൾ എന്ന് പറയൂ. I'm reading a book. I'm reading a book. Yeah, correct. Next. I am walking. I'm working. Then I'm studying for exam. I'm writing a lecture. Yeah, correct. I'm studying for my exam. എന്ന് പറയാം. We are drinking water. Okay. I'm watching English live class. Yeah. Then they are going to college. They are going to college. I'm preparing classes for you. അതെന്റെ ജോലി. Okay, I'm preparing classes for you. I'm studying.
Yeah, I'm studying. Okay. അപ്പോ അത് ക്ലിയർ ആയി. ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ എന്ന് പറയുമ്പോഴോ ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ അതെന്താണ്? ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അത് പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? This doesn't mean that every single moment, every single minute she is thinking about the vacation, but that she is middle of the process of planning. എന്ന് പറയുമ്പോൾ എന്താണ്? ഓ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നല്ല, പ്ലാനിങ് ഫുൾ ടൈം പ്ലാനിങ് അല്ല, പക്ഷെ ആ ഒരു പ്രോസസ്സിലാണ് അല്ലെ? ഷീസ് പ്ലാനിങ് എ വെക്കേഷൻ. ഓക്കെ, അപ്പൊ മനസ്സിലായോ പറയുന്നത്? ഇപ്പോ ഐ ആം ലേണിംഗ് സ്പാനിഷ് എന്ന് പറയാം. ഐ ആം ലേണിംഗ് സ്പാനിഷ് എന്താ? അത് പ്രോസസ് ഓഫ് ലേണിംഗ് ആണ്, പക്ഷെ അത് കഴിഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ പറയാനൊക്കെ നമ്മൾ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അതിന്റെ സ്ട്രക്ചർ നോക്കിയാല് നമുക്കത് ഏത് ടെൻസ് ആണെന്ന് മനസ്സിലാവും. ഓക്കെ, then rule number 2. Rule number 2. Present continuous tense is used to talk about a temporary situation. Present continuous tense is used to talk about a temporary situation. It is used to talk about a temporary situation. So here are 2 examples. Write down the examples. My mom lives in Delhi. My mom lives in Delhi. My mom lives in Delhi. The other one, my mom is living in Delhi. My mom is living in Delhi. What is the difference between these 2 sentences? Anyone can say that? My mom lives in Delhi and my mom is living in Delhi. It all depends on how we see the situation. Okay, if I think the Delhi is my mom permanent place of residence, so I'm gonna say my mom lives in Delhi. Okay, but when I say she is living in Delhi, I think it's a temporary arrangement. She is living there at the moment. It might change later. Okay, my mom lives Delhi എന്ന് പറയുമ്പോൾ അതൊരു പെർമനന്റ് ആണ്. സോ അത് പെർമനന്റ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഉപയോഗിച്ചത്. അപ്പോ മൈ മോം ഈസ് ലിവിംഗ് ഇൻ ഡൽഹി എന്ന് പറയുമ്പോൾ അത് ടെമ്പററി ആണ്. ഓക്കെ, ചിലപ്പോൾ മാറിയേക്കാം. ഓക്കെ, അതാണ് ആ 2 സെന്റൻസിന്റെയും വ്യത്യാസം. ഓക്കെ, ക്ലിയർ ആയോ? മാം ഒന്നും കൂടെ പറയോ? ആ 2 സെന്റൻസ് ഒന്ന് നോക്കൂ. ആ സെന്റൻസ് കാണുമ്പോൾ തന്നെ അറിയാം അത് ഇതിൽ ഏതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. പറയൂ, ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ? അല്ല, എക്സാമ്പിൾ ഒന്നുകൂടെ പറയോ? Yeah, my mom lives in Delhi. My mom lives, L-I-V-E-S, lives in Delhi. Second one, my mom is living in Delhi. My mom is living in Delhi. Okay, clear ആയോ എല്ലാവർക്കും? സെക്കൻഡ് അല്ലേ മാം? Yeah, second one ആണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ആൻഡ് സ്ട്രക്ചർ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ സെക്കൻഡ് വൺ എന്താണ്? ടെമ്പററി ആയിരിക്കും എന്നാ പറഞ്ഞേ അല്ലെ?
ടെമ്പററി ആണ്, നമുക്കത് അവിടെ പെർമനന്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇതെല്ലാം നമുക്ക് നമ്മുടെ ആ സെന്റൻസിനെ ബേസ് ചെയ്തിരിക്കും, നമുക്ക് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിരിക്കും നമ്മൾ ആ സെന്റൻസ് ഓരോ വേർഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോ നമുക്ക് നമ്മളൊരാളവിടെ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയോ? ഓക്കെ, ഡെഫിനിഷൻ സബ്ജക്ട് പ്ലസ് ബി ബി ഫോം എന്ന് പറയുമ്പോ അതിൽ ഈസ്, ആം, ആർ ഒക്കെ വരാം. അതാണ് ബി ഫോം. ഓക്കെ, ബി അതായത് ഐ ആം, he is, you are. ഓക്കെ, യു എന്ന് പറയുന്ന സബ്ജക്റ്റ് അതിന്റെ ബി ഫോം ആണ് ആർ എന്ന് പറയാം. ഐ എന്ന് പറയുന്ന സബ്ജക്റ്റില് അതിന്റെ ബി ഫോം ആണ് ആം എന്ന് പറയാം. ഹി എന്ന് പറയുന്ന സബ്ജക്റ്റില് അതിന്റെ ബി ഫോം എന്താ പറയാ? ഹി ഈസ്. ഓക്കെ, അപ്പോ സബ്ജക്ട് പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ഐ എൻ ജി. വെർബിന്റെ കൂടെ നമ്മൾ ഐ എൻ ജി ആഡ് ചെയ്യണം. അങ്ങനെ ചെയ്താലേ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ റൂൾ നമ്പർ 2 ക്ലിയർ ആണോ എല്ലാവർക്കും? ഇപ്പോ രാഹുൽ ഈസ് സ്റ്റഡിയിങ് മെഡിസിൻ എന്ന് പറയുന്നു. രാഹുൽ ഈസ് സ്റ്റഡിയിങ് മെഡിസിൻ. That means he is doing as if now. എന്താ, അവര് ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ അത് ടെമ്പററി ആണ് അല്ലെ? ദിസ് ആൻ ടെമ്പററി സിറ്റുവേഷൻ ആണ്. He finished the course and he started working in the hospital perhaps. ഓക്കെ, അത് ടെമ്പററി ആണ്. നമുക്ക് അതിനുശേഷം നമ്മള് ചിലപ്പോ കോഴ്സ് കംപ്ലീറ്റ് ആവും, അതിനുശേഷം നമ്മൾ ജോലിയും കയറും. പക്ഷെ നമ്മൾ പറയുമ്പോൾ എന്താണ്, അത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്താണ് പറയാം. രാഹുൽ ഈസ് സ്റ്റഡിയിങ് മെഡിസിൻ. ഓക്കെ, ഇപ്പൊ ഐ ആം പ്രിപ്പയറിംഗ് ഡിന്നർ എന്ന് പറയുമ്പോഴോ? ഞാനിപ്പോ നിലവിൽ അതാണ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലെ? I will get it over, but right now I am in the middle of it. അതൊരു സമയം കഴിഞ്ഞാൽ അവസാനിക്കും. പക്ഷെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്? പ്രിപ്പയറിംഗ് ആണ്. അത് കുറച്ച് കഴിഞ്ഞാൽ അവസാനിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയും, ഇങ്ങനത്തെ ഇങ്ങനെ നമ്മൾ പറയാനൊക്കെ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യാറ്. റൂൾ നമ്പർ 1 ആൻഡ് റൂൾ നമ്പർ 2 ക്ലിയർ ആണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എല്ലാ ക്ലാസ്സിലും ഞാൻ ഈ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടല്ലോ, റെസ്പോണ്ട് ചെയ്യൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? റെസ്പോണ്ട് ചെയ്യുന്നത് കമന്റെങ്കിലും ചെയ്യും. എനിക്ക് അറിയണ്ടേ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്ന്. ഓക്കെ, ക്ലിയർ. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ബോറടിക്കുന്നുണ്ടോ? ഒന്നുകൂടി പറയോ എക്സാമ്പിൾ? ഞാൻ ചോദിച്ചു ഡൗട്ട് ഉണ്ടോ. ഓക്കെ, ഇപ്പോ നിങ്ങളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? പറയോ, നിങ്ങളിപ്പോ എന്താ ചെയ്തോണ്ടിരിക്കുന്നേ? സ്റ്റഡിങ് ആണ്. നിങ്ങൾ എത്ര നേരം പഠിക്കും? 1 hour അല്ലെ? അപ്പൊ പഠിക്കുകയാണ്. പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ എന്തായാലും അവസാനിക്കും അല്ലെ? എന്നാലും നമ്മള് പറയാൻ യൂസ് ചെയ്യുന്നത് എന്താണ്? പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അത്രയും ചിന്തിച്ചാൽ മതി, ഒരുപാട് അങ്ങനെ ചിന്തിക്കേണ്ട. ഓക്കെ, നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാനായിട്ട് നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, നിങ്ങൾ ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പറയാന് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യാറ്. പ്രസന്റ് മീൻസ് ഇപ്പോ, റൈറ്റ് നൗ. കണ്ടിന്യൂസ് മീൻസ് കണ്ടിന്യൂ ആയി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ക്ലിയർ ആയോ? ആ ഹെഡിങ് നോക്കാം, ആ ടെൻസിന്റെ പേര് നോക്കാം. സിമ്പിൾ അല്ലേ? പ്രസന്റ് കണ്ടിന്യൂസ് മീൻസ് പ്രസന്റ് കണ്ടിന്യൂ ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. ക്ലിയർ? യാ. നെക്സ്റ്റ് വൺ, റൂൾ നമ്പർ 3. Present continuous tense is also used to talk about arrangements in the future. Arrangements in the future that are scheduled, that are in your calendar already.
Present continuous tense is also used to talk about arrangements in the future that are scheduled. Schedule ചെയ്ത ഫ്യൂച്ചറിൽ schedule ചെയ്ത കാര്യങ്ങൾ പറയാനും നമ്മൾ present continuous tense യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മളിത് സിമ്പിൾ പ്രസന്റിൽ പറഞ്ഞു. പക്ഷെ സിമ്പിൾ പ്രസന്റ് സ്ട്രക്ചർ നോക്കാം. നമ്മൾ അവിടെ ING ഫോം ഇല്ല. ഓക്കെ, ഇവിടെ വരുമ്പോൾ ING ഫോം ഉണ്ട്. ഈ ING ഫോം കണ്ടാലേ മനസ്സിലാക്കാം അതൊരു കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഓക്കെ, എക്സാമ്പിൾ എഴുതാം. I'm flying to Dubai next week. I'm flying to Dubai next week. I am flying to Dubai next week. ഞാൻ അടുത്ത ആഴ്ച ദുബായിലേക്ക് ഫ്ലൈ ചെയ്യുന്നു അല്ലെ? അങ്ങനെ പറയാൻ നമ്മൾ എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. സോ അത് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്യപ്പെട്ട കാര്യമാണ്, ഫ്യൂച്ചറിലേക്ക് സ്കെഡ്യൂൾ ചെയ്യപ്പെട്ട കാര്യമാണ്. ഓക്കെ, then she is going to the dentist at 2:30 p.m. She is going to the dentist at 2:30 p.m. She is going to the dentist at 2:30 p.m. She is going to the dentist at 2:30 p.m. Then we are having dinner at a restaurant tonight. We are having a dinner. We are having a dinner We are having a dinner at a restaurant tonight. At a restaurant tonight. We are having dinner. We are having dinner at a restaurant tonight. The having means കഴിക്കുക എന്നൊരു മീനിങ് ആണ് വരിക. ഓക്കെ, ക്ലിയർ ആയോ? റൂൾ നമ്പർ 3 ഒന്ന് പറയാവോ? റൂൾ നമ്പർ 3 ഡെഫിനിഷൻ മാത്രം. എന്തോ ഡെഫിനിഷൻ ഒന്ന് പറയാവോ റൂൾ നമ്പർ 3യുടെ? definition. Present continuous tense is also used to talk about arrangements in the future. Arrangements in the future that are scheduled. Arrangements in the future that are scheduled. Okay, the reason we use this present continuous tense because plans a meal or meeting or your scheduled. It's in the diary. It's as the process has already begun. എന്താ നിങ്ങളിപ്പോ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു, ചില നിങ്ങൾക്ക് അവിടെ എവിടെയെങ്കിലും പോകണം, നിങ്ങൾ ഓൾറെഡി തീരുമാനിച്ച കാര്യമാണ്. അങ്ങനത്തെ ഒരു കാര്യങ്ങൾ പറയാനും നമ്മൾ എന്താ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യും. അതായത് ഇപ്പൊ നിങ്ങൾ നാളെ ചിലപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളത് എങ്ങനെയാ പറയാ? ഈ ടെൻസ് യൂസ് ചെയ്തിട്ടാണ് പറയാം. ഓക്കെ, ക്ലിയർ ആണ്? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ ക്ലാസ്സില്?
No. ടെൻസ് പഠിക്കുമ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ റൂൾ നമ്പർ 4 എഴുതൂ. റൂൾ നമ്പർ 4. This tense used to talk about actions that we can control. This tense is used to talk about actions that we can control. ഇപ്പൊ എന്താ പറയാ? You are being careful. You are being careful. You are being. B-E-I-N-G. You are being careful. Careful. എന്താണ്? നിങ്ങൾ ജാഗ്രത പാലിക്കുന്നു. നിങ്ങൾ ജാഗ്രത പാലിക്കുന്നു. This is an unusual temporary situation that you can control. അല്ലെ, ഇതൊരു അൺയൂഷ്വൽ സിറ്റുവേഷൻ, ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണ്. നിങ്ങളുടെ കൺട്രോളിലാണത്. അല്ലെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറാം. അല്ലെ, മനസ്സിലായോ ഞാൻ പറയുന്നത്? You trying to be very careful, but usually you are not that way. നിങ്ങൾ ചിലപ്പോ കെയർഫുൾ ആയി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം, പക്ഷെ നിങ്ങൾ ചിലപ്പോ കെയർഫുൾ ആയിരിക്കില്ല. മനസ്സിലായോ? ഇപ്പോ എന്താ, ഷീ ഈസ് ബീങ് വെരി സില്ലി. ഷീ ഈസ് ബീങ് വെരി സില്ലി. അതെന്താണ്? അത് ടെമ്പററി അൺയൂഷ്വൽ സിറ്റുവേഷൻ ആണ് റൈറ്റ് നൗ, ബട്ട് യു ക്യാൻ കൺട്രോൾ. എന്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ എന്താ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് ടെമ്പററി ആയ കാര്യങ്ങൾ പറയാൻ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. മനസ്സിലായോ? ഷീ ഈസ് ബീങ് സില്ലി. അതുപോലെ എഴുതിക്കോളൂ. ഷീ ഈസ് ബീങ് സില്ലി. She is being silly. നിങ്ങൾ ഒരുപാട് അങ്ങനെ ചിന്തിച്ച് ചിലപ്പോ കൺഫ്യൂഷൻ വരും. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത റൂൾ നമ്പർ സില്ലി ആണ്. നെക്സ്റ്റ് റൂൾ നമ്പർ 5. Can used to express an unknowing habit. Can used to express unknowing habit. ഒരു unknowing habits പറയാനും നമ്മള് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പൊ എന്താ, ഷീ ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു unknowing habit ആണ് അല്ലെ. ഷീ ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ക്ലാസ്. അവൾ എപ്പോഴും ക്ലാസ്സിൽ എന്താ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അതൊരു unknowing habit ആണ്. സോ ഇറ്റ്സ് unknowing habit. അപ്പൊ അങ്ങനെ പറയാനും നമ്മള് എന്താ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ എക്സാമ്പിൾ എഴുതാ. ഷീ ഈസ് ഓൾവേസ് ടോക്കിംഗ് ഇൻ ക്ലാസ്. She is always talking in class. Okay. Next rule number 6 എഴുതൂ. അത് നെഗറ്റീവ് സെന്റൻസ് ആണ്. സോ നെഗറ്റീവ് സെന്റൻസ് എഴുതിയാലും മതി. ഒരു നെഗറ്റീവ് സെന്റൻസ് പറയൂ. ഇത് വെച്ചിട്ട് പറയാൻ പറ്റുമോ? ഇപ്പോ ഞാൻ പറയാം. ഷീസ് നോട്ട് റീഡിങ് ദാറ്റ് ബുക്ക്. അവൾ ആ ബുക്ക് വായിക്കുന്നില്ല. ഷീസ് നോട്ട് റീഡിങ് ദാറ്റ് ബുക്ക്. ഷീ ഈസ് നോട്ട് റീഡിങ് ദാറ്റ് ബുക്ക്. She's not reading that book. പിന്നെന്താ, we are not talking to him. I don't like
ചോക്ലേറ്റ്. ഐ ഡോണ്ട് ലൈക്ക് ചോക്ലേറ്റ്. അത് സിമ്പിൾ പ്രസന്റ് ആണ്. നമ്മൾ ING ഫോം വേണം. ING ഫോം വന്നാൽ മാത്രമേ നമുക്കത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, നോക്കൂ, വി ആർ നോട്ട് ടോക്കിംഗ് ടു ഹിം. വി ആർ നോട്ട് ടോക്കിംഗ് ടു ഹിം. ഞങ്ങൾ അവരോട് സംസാരിക്കാറില്ല. വി ആർ നോട്ട് ടോക്കിംഗ് ടു ഹിം. We are not talking to him. For example, പറയാൻ പറ്റുമോ ആരെങ്കിലും? They are not working hard. They are not working hard. Yeah. I don't like dancing. I don't like that. I don't like dancing. അത് വരില്ല. എനിക്ക് ഡാൻസ് ചെയ്യാൻ ഇഷ്ടമില്ല എന്നല്ലേ പറയുന്നത്. I'm not interested to dance. അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. Then not interested. അപ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ക്ലിയർ ആണോ? സ്ക്രീനിൽ നോക്കൂ, ഇവിടെ ഷോർട്ട് ആയിട്ട് കൊടുത്തല്ലോ. ഫോർ ആക്ഷൻ ഹാപ്പനിങ് നൗ, അറൌണ്ട് നൗ, ടെമ്പററി ആക്ഷൻ, ഫ്യൂച്ചർ ആക്ഷൻ. ഇത്രയും കാര്യങ്ങൾ പറയാനായിട്ട് നമ്മള് പ്രസന്റ് ഐ ഡോണ്ട് ലൈക്ക് സ്റ്റഡി മാത്സ്, അത് സിമ്പിൾ പ്രസന്റ് ആണ്. ഓക്കെ, കണ്ടോ? ഇത് ഷോർട്ട് നോട്ട് ആണ്. അല്ലെങ്കിൽ നോക്കൂ, സബ്ജക്ട് പ്ലസ് ING. ഓക്കെ, ഇങ്ങനെയാ വരാം. എക്സാമ്പിൾ നോക്കൂ ഇവിടെ. The baby is crying. I am preparing for an exam. They are flying to Dubai tomorrow. കണ്ടോ? ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് പഠിക്കാം. കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇപ്പൊ നോട്ട് നിങ്ങൾക്ക് എഴുതാൻ തരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെൻസ് പെട്ടെന്ന് ക്ലിയർ ആവും. ഓക്കെ, ഇന്നലെ എടുത്തത് നിങ്ങൾ നോക്കിയായിരുന്നോ? ക്ലാസ് കഴിഞ്ഞിട്ട് നോക്കിയിരുന്നോ? നോക്കിയിരുന്നോ? നോക്കി മാം. മനസ്സിലായോ? നോക്കിയിട്ട് ഡൗട്ട് നീ തോന്നിയോ? ഓക്കെ, then the third one എടുക്കോളൂ. present perfect, the present perfect tense. Write on the heading present perfect tense. Present perfect tense. First rule എഴുതിക്കോളൂ. Rule number 1. Rule number 1. This tense is used to describe. This tense is used to describe actions or events that started in the past. This tense is used to describe actions or event that started in the past and have consequence in the present. This tense used to describe actions or events that started in the past and have consequence in the present. Consequence, CONSEQUENCE. CONSEQUENCE. Consequence in the present. എന്താണ്? പാസ്റ്റിൽ നടന്ന ഒരു ഇവന്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനും അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അതിന്റെ പ്രസന്റിൽ ഉണ്ടാവും. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഷി ഹാസ് ലോസ്റ്റ് ഹെർ കീസ്.
she had, she has, she has lost her keys or key. എന്താണ് അവളുടെ കീ നഷ്ടപ്പെട്ടു. പാസ്റ്റ് ആണ്, കഴിഞ്ഞുപോയ കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ആഫ്റ്റർ എഫക്ട് പ്രസന്റിലുണ്ട്. അതിന്റെ ഒരു എന്താ വിഷമോ അല്ലെ? ശരിയാണോ? ഷി ലോസ്റ്റ് ഇൻ ദ പാസ്റ്റ് ബട്ട് ഇറ്റ്സ് ഇമ്പാക്ടിങ് ഹർ കറന്റ് സിറ്റുവേഷൻ. അതിന്റെ ഒരു വിഷമവും എല്ലാവരും എന്താ പ്രസന്റ് സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ നോക്കൂ. സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പോൾ എന്താ, അത് B3 ഫോം ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് എന്നുവെച്ചാൽ എന്താ, വർക്ക്ഡ്, ടോക്ക്ഡ്, ഡാൻസ്ഡ്, സ്പോട്ടഡ്, കിൽഡ്, ഓക്കെ, ലോസ്റ്റ്, അതൊക്കെ B3 ഫോം ആണ്. ഓക്കെ, അതില് ഇപ്പൊ ഇതൊക്കെ റെഗുലർ വെർബ്സ് ആണ്. നമുക്ക് ഇറഗുലർ വെർബും പെടും. ഇപ്പൊ ഗോ, ഗോയിന്റെ B3 ഫോം ഏതാണ്? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണ് ഗോയുടെ? പറയുമോ? Gone. യാ, ഗോൺ അല്ലെങ്കിൽ വെന്റ് എന്നൊക്കെ പറയാം. ഡ്രിങ്ക് ആണെങ്കിലോ? drunk, ഡ്രങ്ക്. യാ. ആം എന്താ വരാ? ആം, ആം എന്താ വരാ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താ വരാ? ആം. ബീനാ വരാ. BEEN, ബി. ഓക്കെ, നിനക്ക് B1, B2, B3 ഫോം വേർഡ്സ് അറിയാവോ? പറയൂ. ഇല്ല, അറിയില്ല എന്നാണോ പറഞ്ഞേ? ആർക്കെങ്കിലും അറിയാവോ? അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അതിന് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേ. നോട്ട് വേണം മാം. Note വേണം. നോട്ട് വേണം വേണ്ട കമന്റ് ചെയ്യൂ. വേണം, വേണം. എല്ലാവർക്കും വേണോ? വേണം. വേണം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് തരാം B1, B2, B3 ഫോം. ഓക്കെ, യാ. അപ്പോ പ്രസന്റ് പെർഫെക്റ്റ് മനസ്സിലായല്ലോ. നമുക്ക് കഴിഞ്ഞ കാര്യമായിരിക്കും അത്, അതിന്റെ സൈഡ് എഫക്ട് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട് എന്താ പ്രസന്റിൽ ഉണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ എന്താ, ഐ ഹാവ് ഫോർഗോട്ടൺ ഹിസ് നെയിം. അവന്റെ പേര് മറന്നു, പക്ഷെ അതിന്റെ ഒരു സൈഡ് ആഫ്റ്റർ എഫക്ട് ഇപ്പോഴുണ്ട്. ചിലപ്പോ അവനെ കാണുമ്പോഴായിട്ടുള്ളത് ഓർക്കുക, പിന്നെ ഇവര് പേര് മറന്നല്ലോ ഞാൻ, അല്ലെ? മനസ്സിലായോ? പിന്നെന്താ, ഐ ഹാവ് ക്ലീൻഡ് മൈ റൂം സോ ഐ ക്യാൻ ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ക്ലീൻ ചെയ്തു, എന്താ, എനിക്കിനി ഫ്രണ്ട്സിന്റെ കൂടെ പോവാം. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ്, ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ ചെയ്തുകൊള്ളൂ. ഐ ഹാവ് ഫോർഗോട്ടൺ ഹിസ് നെയിം. ഐ ഹാവ് forgotten his name. I have forgotten. I have forgotten his name. ഒരു എക്സാമ്പിൾ പറയൂ. എക്സാമ്പിൾ പറയൂ. മിണ്ടൂല. നീ ചോദിച്ചാൽ പിന്നെ ഒരെണ്ണം കണ്ടിരുത് കേട്ടാ. he has won the game, He has. won the game, He has won, won. won, WON, Oh, won. Okay. Won the game. Game ആണോ പറഞ്ഞേ? game, Yeah. Okay. I had low marks in my last exam. I had വരൂ. Had ആണോ വരാ? ഹാഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പറയുന്നത് പ്രസന്റ് ആണ്.
സോ ഐ ഹാവ് ആണ് വരാം. ഐ ഹാവ് കഴിഞ്ഞിട്ട് വെറുബാണ് എന്ത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായോ? യെസ് മാം. അപ്പൊ ഐ ഹാവ് ലോ മാർക്സ് ഇൻ മൈ ലാസ്റ്റ് എക്സാം അങ്ങനെ പറയാൻ പറ്റുമോ? ഐ ഹാവ് ലോ ലോ. മാർക്സ് ഇൻ മൈ ലാസ്റ്റ് എക്സാം. ഓ, ലോയുടെ വീതിരി ഫോം ഏതാ? പറയൂ പറയൂ. അറിയില്ല മാം. അറിയില്ല. ലോഡ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് അതിന്റെ നോട്ട് എന്തായാലും തരാം. കുറച്ച് അത്യാവശ്യം വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സിന്റെ V1 V2 V3 ഫോം നമുക്ക് നോട്ടായിട്ട് തരാം. ഓക്കെ, കുറച്ചൊരു കൺഫ്യൂഷൻ ആണ് കുറയും. ക്ലിയർ? അപ്പൊ ഈ റൂൾ നമ്പർ 1 ക്ലിയർ ആണ് എല്ലാവർക്കും? ക്ലിയർ ആയോ? അപ്പൊ റൂൾ നമ്പർ 2 എഴുതിക്കോ. റൂൾ നമ്പർ 2. This tense used to talk about events that started in the past, but are incomplete. Used to talk about events. This tense is used to talk about events that started in the past but are incomplete. അതായത് പാസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഇവന്റ് പക്ഷെ എന്നാൽ പ്രസന്റിലും അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അങ്ങനെ പറയുകയാണ് നമ്മള് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടി പറയൂ മാം. this tense is used to talk about events that started in the past start ചെയ്ത ഒരു ഇവന്റ് but are incomplete. അത് incomplete ആയിരിക്കും. but are incomplete. എക്സാമ്പിൾ എഴുതിക്കോളൂ. I have had 3 cups of tea today. I have had. Had means അവിടെ had വന്നിരിക്കുന്നത് എന്താ? കുടിച്ചു എന്നൊരു മീനിങ് ആണ്. ഓക്കെ, had വന്നിരിക്കുന്നത് കുടിച്ചു എന്നൊരു മീനിങ് ആണ്. I have had 3 cups of tea today. I have drunk എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഹാഡ് ഇല്ലെങ്കിലും ഡ്രങ്ക് ആയാലും മതി. I have drunk 3 cups of tea today. അതെന്താണ്? ഓൾറെഡി കുടിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, കുടിച്ചു കഴിഞ്ഞിട്ടില്ല. അതൊരു കണ്ടിന്യൂയിങ് ആണ്. പ്രസന്റ് മൊമെന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? ഓൾറെഡി കുടിച്ചിട്ടുണ്ട്, കഴിഞ്ഞു, പാസ്റ്റ് കഴിഞ്ഞു. ബട്ട് പ്രസന്റ് നോക്കുമ്പോഴോ അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അതായത് ഒരു പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഷോസ് ആൻ അൺഫിനിഷ്ഡ് പീരീഡ് ഓഫ് ടൈം. അതായത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല, കംപ്ലീറ്റ് ആയിരിക്കില്ല. മനസ്സിലായോ? ഇപ്പോ we have walked 3 kilometers so far. We have walked 3 kilometers so far. We have walked 3 kilometers so far. എന്താണ്? ഞങ്ങൾ ഇതുവരെ 3 കിലോമീറ്റർ നടന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ആ പ്രോസസ് കംപ്ലീറ്റ് ആണ്. നടന്നു പാസ്റ്റ് ആണ്,
We have walked 3 kilometers so far. ഞങ്ങൾ ഇതുവരെ 3 കിലോമീറ്റർ നടന്നു. ഓക്കെ, അത് പാസ്റ്റ് ആണ്. സോ പ്രസന്റ്ലി അത് കംപ്ലീറ്റ് ആണോ? ഈ നിമിഷം വരെ അത് കംപ്ലീറ്റ് ആണോ? അല്ല. യാ, അങ്ങനെ സെന്റൻസ് പറയുമ്പോൾ നമ്മൾ എന്താ ഈ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? റൂൾ നമ്പർ 2 ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തേ? ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും, ഉണ്ടെങ്കിൽ ഇല്ലാന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് റൂൾ നമ്പർ 3. ഇത് സമയം പോയി. റൂൾ നമ്പർ 3 വേഗം എഴുതിക്കോളൂ. റൂൾ നമ്പർ 3 യൂസ് ടു ഡിസ്ക്രൈബ് അവർ ലൈഫ് എക്സ്പീരിയൻസ് അപ് ടു ദ പ്രസന്റ്. It used to describe our life experience up to the present. Used to describe our life experience up to the present. ഇപ്പൊ ഇതുവരെയുള്ള നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ എന്താ ഈ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ എടുക്കോളൂ. I have traveled to 20 countries. I have traveled to 20 countries. I have traveled to 20 countries. എന്താ, ഞാൻ ഇതുവരെ 20 രാജ്യങ്ങൾ ട്രാവൽ ചെയ്തു എന്നാ പറയാ, അല്ലെ? Then next one എഴുതിക്കോളൂ. She has been to Canada 3 times. She has been to Canada 3 times. She has been to Canada 3 times. എന്താണ്, അവള് 3 പ്രാവശ്യം 3 times കാനഡയിൽ പോയിട്ടുണ്ട്. ഇതുവരെയുള്ള ജീവിത എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പീരിയൻസ് പറയാനും നമ്മൾ ഈ പ്രസന്റ് പെർഫെക്റ്റ് ആണ് യൂസ് ചെയ്യാറ്. ഓക്കെ, then rule number 3. നെഗറ്റീവ് സെന്റൻസ്. നെഗറ്റീവ് സെന്റൻസ് എങ്ങനെ ചെയ്താ? എഴുതിക്കോളൂ, എക്സാമ്പിൾ എഴുതിക്കോളൂ. She hasn't finished her report yet. അവൾ ഇതുവരെ അവളുടെ റിപ്പോർട്ട് എന്താ ഫിനിഷ് ചെയ്തിട്ടില്ല. She hasn't. മാം, റൂൾ നമ്പർ 4 അല്ലേ നെഗറ്റീവ് സെന്റൻസ്? അതിന്റെയാണ് ഇപ്പൊ പറയുന്നത്. അതെ, റൂൾ നമ്പർ 4. She hasn't finished her report yet. ഒന്നുകൂടെ പറയോ? She hasn't finished her report yet. Y-E-T, yet. She hasn't finished her report yet. അവൾ ഇതുവരെ റിപ്പോർട്ട് ഫിനിഷ് ചെയ്തിട്ടില്ല, പൂർത്തിയാക്കിയിട്ടില്ല എന്നാ പറയുന്നത്. സോ നെഗറ്റീവ് ആണ്. She hasn't. Hasn't plus not. So hasn't നെഗറ്റീവ് ആണ്. She വന്നോണ്ടാണ് അവിടെ ഹാസ് വന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ചെയ്തു. They haven't called since yesterday. They haven't called since yesterday. They haven't called
they haven't called since yesterday. എന്താ ഈ സെന്റൻസിന്റെ മീനിങ് എന്താ? They haven't called since yesterday. The sentence meaning എന്താ? പറയൂ. ഇന്നലെ മുതൽ അവർ വിളിച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് ഈ മൂന്ന് ടെൻസിനെ കുറിച്ചുള്ള ആവശ്യമുള്ളൂ. നോക്കി നാലാമത്തെ നോക്കി, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടന്റ് നിങ്ങൾക്ക് ഇപ്പോ സംസാരിക്കാൻ വേണ്ടിയാണെങ്കിൽ നമുക്ക് ഇത്രയും ഇത് പഠിച്ചിട്ടുള്ള കാര്യമില്ല, കാരണം നമ്മൾ യൂസ് ചെയ്യാറില്ല, റെയർ ആണ്, യൂസ് ചെയ്ത് റെയർ ആണ്. നോക്കൂ, ആക്ഷൻ സ്റ്റാർട്ട് ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂസ് ഇൻ ദ പ്രസന്റ്, ഫോക്കസസ് മോർ ഓൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ ആക്ഷൻ. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ, വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു സിൻസ് മോർണിംഗ്. The baby has been sleeping for hours. How long have you been working here? മനസ്സിലായോ? The action started in the past and continuous in the present. Action past ലാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറയുന്നത്. ഓക്കെ, we have been waiting for you since morning. എന്താ, രാവിലെ മുതൽ അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്താണ്, രാവിലെ മുതൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പാസ്റ്റ് ആണ്, പക്ഷെ പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദ ബേബി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ അവേഴ്സ്. മണിക്കൂറുകളായിട്ട് എന്താണ്, ആ ബേബി ഉറങ്ങുകയാണ്, പക്ഷെ എന്താണ്, പ്രസന്റിലും അതെന്താ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് പ്രസന്റ് ടെൻസ് ക്ലിയർ ആണ് എല്ലാവർക്കും. പ്രസന്റ് നമ്മളിപ്പോ പ്രസന്റ് ടെൻസ് കഴിഞ്ഞു. നോക്കൂ, പ്രസന്റ് സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് നോക്കി, പ്രസന്റ് പെർഫെക്റ്റ് നോക്കി, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് നോക്കി. പ്രസന്റ് അപ്പൊ ക്ലിയർ ആണോ? പ്രസന്റ് ടെൻസ് ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ അല്ലയോ? ഇതിനെങ്കിലും ഉത്തരം പറയാം. ക്ലിയർ ആണോ അല്ലയോ? ആൻസർ മീ, യെസ് ഓർ നോ. Yes, ma'am. Yes. എല്ലാവർക്കും മനസ്സിലായോ? ഒരാളെ മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാവർക്കും മനസ്സിലായോ? കമന്റ് ചെയ്യൂ. ഒന്ന് മെസ്സേജ്, ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം. ഓക്കെ, പറയൂ എല്ലാവരും, വേഗം ടൈം. കുറച്ച് എക്സാമ്പിൾസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഈ നോട്ട് നിങ്ങൾക്ക് നാളെ കിട്ടും. ഓക്കെ, രണ്ട് നോട്ടോടെ കമ്പയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊന്ന് പഠിക്കാൻ നോക്കുക, മനസ്സിലാവുന്ന രീതിയിൽ പഠിക്കുക. ഓക്കെ, മാം കുറെ ക്ലിയർ ആയി. ഇനി നോട്ട് നോക്കി ബാക്കി പഠിക്കുക. ഓക്കെ, ഗുഡ്, ക്ലിയർ ആണ്. അപ്പോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പാസ്റ്റ് ടെൻസ് നോക്കാം. അതുപോലെ V1, V2, V3 ഫോം നോട്ട് വേണമെന്ന് പറഞ്ഞു. ഞാനത് നോട്ട് ക്ലാസ്സിൽ ഇടാം. ഓക്കെ, ഇന്നല്ല ഞാൻ ഇട്ടേക്കാം. ഓക്കെ, ക്ലിയർ ആണ്. സോ മൈൻഡ് ചെയ്യാൻ ടൈമായി. താങ്ക് യു. Thank you, ma'am. Yeah, thank you.